ബി.ജെ.പിയുടെ അടുത്ത ലക്ഷ്യം ബംഗാൾ. കോൺഗ്രസിന്റെ പകരം വെക്കാനില്ലാത്ത 15 വർഷത്തെ ഭരണത്തിന് ശേഷം 3 ടേമിൽ ബി.ജെ.പിയെ വിറപ്പിച്ച ആം ആദ്മി പാർട്ടിയെ 4-ാം അംഗത്തിൽ വീഴ്ത്തിയ കരുത്തുമായാണ് ഡൽഹിയിൽ ബി.ജെ.പി വിജയക്കൊടി പാറിക്കുന്നത്. നീണ്ട 27 വർഷത്തിന് ശേഷമാണ് ബി.ജെ.പി ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നത്. പ്രതിപക്ഷ നിരയെ വെട്ടിവീഴ്ത്തി വഴിവെട്ടി വരികയാണ് ബി.ജെ.പി. തൊട്ടു പിന്നാലെ തന്നെ തങ്ങളുടെ അടുത്ത ലക്ഷ്യത്തെപ്പറ്റി ബി.ജെ.പിയിലെ പല നേതാക്കളും പറഞ്ഞു കഴിഞ്ഞു. അരവിന്ദ് കെജ്രിവാളിനെ വീഴ്ത്തിയ കരുത്തുമായി ബംഗാൾ 2026 ആണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ബി.ജെ.പിയുടെ സുവേന്ദു അധികാരി അറിയിപ്പ് നൽകി. ബംഗാൾ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ സുഗന്ധ മജുംദാറും ബംഗാൾ എന്ന ലക്ഷ്യത്തെപ്പറ്റി മമതയ്ക്ക് മുന്നറിയിപ്പ് നൽകി. സുവേന്ദു അധികാരി പറഞ്ഞത് ഇങ്ങനെയാണ്: ഡൽഹിയിൽ നമ്മൾ ജയിച്ചു. അടുത്ത ലക്ഷ്യം ബംഗാളാണ്. ബംഗാളികൾ കൂടുതലായുള്ള ഡൽഹിയിലെ പല സ്ഥലങ്ങളിലും ഞാൻ പ്രചരണത്തിനായി പോയിരുന്നു. അവിടെയെല്ലാം ബി.ജെ.പി വിജയിച്ചു. 2020 തൃണമൂൽ വിട്ട സുവേന്ദു അധികാരി ബി.ജെ.പിയിൽ എത്തിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയെ സുവേന്ദു പരാജയപ്പെടുത്തിയിരുന്നു. നന്ദിഗ്രാമിൽ നിന്നായിരുന്നു സുവേന്ദുവിന്റെ വിജയം. അടുത്ത വർഷം നടക്കുന്ന പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഒരു സ്വാധീനവും ചെലുത്തുന്നില്ലെന്ന് മുതിർന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് കുനാൽ ഘോഷ് പറഞ്ഞു. മുസ്ലിങ്ങൾ ബി.ജെ.പിയെ പിന്തുണച്ചിട്ടുണ്ടെന്നും എന്നാൽ പശ്ചിമ ബംഗാളിലെ ന്യൂനപക്ഷങ്ങൾ തൃണമൂൽ കോൺഗ്രസിന് പിന്നിലാണെന്നും ഹിന്ദു വോട്ടുകളുടെ പിന്തുണയോടെ മാത്രമേ കാവി പാർട്ടിക്ക് പശ്ചിമ ബംഗാളിൽ വിജയം നേടാൻ കഴിയൂ എന്നും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സുവേന്ദു അധികാരി പറഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനും ശേഷം ബി.ജെ.പിയുടെ വോട്ട് വിഹിതം 40% ഉയർന്നതോടെ പശ്ചിമ ബംഗാൾ ബി.ജെ.പി നേതൃത്വത്തിന്റെ പരാമർശങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുന്നു. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തൃണമൂൽ കോൺഗ്രസിനെ ബംഗാളിൽ നിന്നും തൂത്തെറിയുമെന്നാണ് ബി.ജെ.പി നേതാക്കൾ പറയുന്നത്. അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി തെരഞ്ഞെടുപ്പ് വാട്ടർലൂ ആണെങ്കിൽ ഇനി അത് അടുത്ത വർഷം തെരഞ്ഞെടുപ്പിനിറങ്ങുന്ന ബംഗാളിലെ മമതയ്ക്കാണെന്നാണ് മുതിർന്ന നേതാക്കളുടെ വാക്കുകൾ. ഡൽഹി തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണ ആം ആദ്മി പാർട്ടിക്കായിരുന്നു. എന്നാൽ തലസ്ഥാന നഗരിയിൽ ഇതിന് ഒരു വിലയും ലഭിച്ചില്ല. ഇടത് രാഷ്ട്രീയ കോട്ടയായിരുന്ന പശ്ചിമ ബംഗാളിനെ ഉള്ളം കൈയിൽ കൊണ്ടു നടക്കുകയാണ് മമത. പലതരത്തിൽ മമതയെ തകർക്കാൻ ശ്രമിച്ചിട്ടും ബി.ജെ.പിക്ക് അതിനായിട്ടില്ല. എന്നാൽ ഡൽഹിയിലെ വിജയം ബി.ജെ.പിയുടെ തിളക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മമത ഒന്ന് ഭയപ്പെടേണ്ടി വരുമെന്ന സൂചനയാണ് ബി.ജെ.പി നൽകുന്നത്. ദേശീയ ഏജൻസികൾ ബി.ജെ.പിയുടെ കീഴിലായതുകൊണ്ട് തന്നെ പലതരത്തിൽ ക്രമക്കേടുകൾ നടത്തി നിഷ്പ്രയാസം ഒരു റെയ്ഡ് നടത്തിയെടുക്കാൻ ബി.ജെ.പിക്ക് ഒട്ടും പ്രയാസമില്ല. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും മമതയ്ക്ക് പ്രതിരോധിക്കുവാൻ കഴിയുമോ എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടി വരും.